ഹലോ വെൽക്കം ബാക്ക്. എൻ്റെ പേര് സ്വാതി ആൻഡ് വെൽക്കം ടു ഒരു നാടൻ എക്സ്പെരിമെന്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സമ്മർ എസെൻഷ്യൽസിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾ സമ്മറിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ, കോൾഡ് പ്ലേസിലോട്ടോ അല്ലെങ്കിൽ ഹോട്ടർ പ്ലേസിലോട്ടോ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഇതൊരു ഒരു ചെറിയ ചെക്ക് ലിസ്റ്റ് പോലെ എടുക്കാം. ഇതിനകത്ത് കുറേ സംഭവങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ആൻഡ് ചിലതൊക്കെ ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കും. സോ കീപ്പ് ഓൺ വാച്ചിങ്. ആൻഡ് ഈ എല്ലാ പ്രോഡക്ട്സിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ എവിടെയാണെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. സിറ്റിയിലല്ല താമസിക്കുന്നത് എങ്കിലും ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. സോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തേക്കാം. എല്ലാത്തിനും ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. ഇനി ഒരു സമയവും വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യമായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതാണെങ്കിൽ വെരി ഒബ്വിയസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഐ എം റിയലി സർപ്രൈസ്ഡ് ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യത്തില്ല. ആൻഡ് ദാറ്റ് ഈസ് എ സൺസ്ക്രീൻ. ഞാൻ ഈ ചാനലിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും സൺസ്ക്രീനിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ് എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നില്ല. സ്പെഷ്യലി സമ്മറിൽ മാത്രമല്ല വിൻ്ററിലും വേണം. പക്ഷെ സമ്മറിൽ ഇതൊരു ഇൻഎവിറ്റബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ലോട്ടസ് ഹെർബൽസിൻ്റെ സേഫ് സൺ 3-in-1 മാറ്റ് ലുക്ക് ഡെയിലി സൺസ്ക്രീൻ ആണ്. ഇതിനകത്താണെങ്കിൽ ഇച്ചിരി ഷിയറും ഉണ്ട്. സോ അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യണ്ടെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് സൺസ്ക്രീൻ. ലിങ്ക് ഞാൻ പറഞ്ഞ പോലെ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഇട്ടേക്കാം. സെക്കൻഡ്ലി പറയുവാണെങ്കിൽ ഓയിൽസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളൊരു ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് തോന്നും നമുക്ക് ഓയിൽസ് ഒന്നും വേണ്ട, സ്പെഷ്യലി സമ്മറിൽ ഓയിൽസ് ഒന്നും വേണ്ട. പക്ഷെ ഇപ്പം ട്രാവൽ ചെയ്ത് ഇച്ചിരി തണുത്ത സ്ഥലത്ത് പോവാണ്, കൊടൈക്കനാൽ, മുന്നാർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ, മനാലി അങ്ങനെയുള്ള സ്ഥലത്ത് വല്ലതും പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനകത്ത് അവിടെ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആവും. അതിന് വേണ്ടതാണ് എന്തെങ്കിലും ടൈപ്പിലെ ഓയിൽ. സോ ഈ ഓയിൽ എന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. കാരണം കോക്കനട്ട് ഓയിൽ ഭയങ്കരമായിട്ട് ഹെവിയാണ്. എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ നമ്മുടെ മോയ്സ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതാണെങ്കിൽ മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റോസ് ഹിപ്പ് ഓയിലാണ്. വളരെ നല്ല ഓയിലാണ്. ജസ്റ്റ് കുറച്ച് ഒരു 2-3 ഡ്രോപ്പ് എടുത്ത് മോയ്സ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഡയറക്റ്റായിട്ടോ സ്കിന്നിൽ യൂസ് ചെയ്താൽ ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് തേർഡ് ആയിട്ട് പറയേണ്ടത് ആണ് ആലോവേര ജെൽ. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി പ്ലാന്റിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ട്യൂബിൽ എടുക്കാം. ട്രാവൽ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ട്യൂബിലുള്ളതായിരിക്കും നല്ലത്, കുറച്ചും കൂടെ ഹാൻഡിയാണ്. ഇത് വാവിൻ്റെ ആലോവേര ജെല്ലാണ്. ഹൈഡ്രേറ്റിംഗ് സൂതിങ് ജെല്ലാണ്. വളരെ നല്ല ഒരു ആലോവേര ജെല്ലാണ്. ഇത് 99% പ്യുവറും ആണ്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് ഇതിൻ്റെ MRP ആണെങ്കിൽ ഇത് 300 rupees MRPയിലാണ്. ആമസോണിൽ ഓഫ് കോഴ്സ് ഇതെല്ലാം തന്നെ നല്ല ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ ഫോർത്ത് ഈസ് ഡെഫിനറ്റ്ലി ആലോവേര ജെൽ. തേർഡ് ആക്ച്വലി. ഇനി ഫോർത്ത് ആണെന്ന് പറയുന്നത് ഈസ് ഗോയിങ് ടു ബി എനിത്തിങ്. ഇത് ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് അല്ല, പക്ഷെ ഞാനിപ്പോൾ കാണിക്കുന്നത് അക്വാലോജിക്കയുടെ ഹൈഡ്രേറ്റ് സോർബേ ക്രീമാണ്. ഇത് ബേസിക്കലി എന്തെങ്കിലും ഹൈലറോണിക് ആസിഡ് ഉള്ള എന്തെങ്കിലും സംഭവം സമ്മറിൽ സ്പെഷ്യലി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഹ്യൂമെക്ടൻ ആണ്. അത് അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡിറ്റിയെ എടുത്ത് നമ്മുടെ സ്കിന്നിൽ റീസ്റ്റോർ ചെയ്യുന്നതാണ്. ഇത് സ്പെഷ്യലി യൂസ്ഫുൾ ആണ് ഇപ്പോൾ എന്തെങ്കിലും കോൾഡർ സ്ഥലത്തോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിൻ ഇച്ചിരി ഡ്രൈ ആവും. അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി ഇല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആവുകയാണെങ്കിൽ എന്തെങ്കിലും ഈ ഹൈലറോണിക് ആസിഡ് ഉള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സീറം ഫോം അവൈലബിൾ ആണ്, മോയ്സ്ചറൈസർ അവൈലബിൾ ആണ്. ഫേസ് വാഷ് അത്ര എഫക്റ്റീവ് അല്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ക്രീം, ബേസിക്കലി ഒരു മോയ്സ്ചറൈസർ ഫോമിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഹൈഡ്രേഷൻ വേണ്ട, അതേസമയം ഇച്ചിരി ഹൈഡ്രേഷൻ വേണം. ഇപ്പോൾ ഒരുപാട് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുകയാണെങ്കിൽ ബെറ്റർ യൂസ് എ സീറം. സോ ഇതാണ് എൻ്റെ ഫോർത്ത് പ്രോഡക്റ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു സം ഓഫ് ദ ഫാഷൻ എസെൻഷ്യൽസ്. ആൻഡ് ഏറ്റവും ആദ്യം ഈസ് സംതിങ് വിച്ച് ഈസ് വെരി വെരി ഒബ്വിയസ് ആൻഡ് ദാറ്റ് ഈസ് എ ഗുഡ് പെയർ ഓഫ് സൺ ഗ്ലാസസ്. ഇതെൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് സൺഗ്ലാസസ് ആണ്. ഇത് റേബാൻ ബ്രാൻഡിൻ്റെ ആണ്. ആൻഡ് ഞാൻ സ്പെസിഫിക്കലി സൺഗ്ലാസസിനെ കുറിച്ച് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാം സൺഗ്ലാസസ് ആർ ഇമ്പോർട്ടൻറ്റ്. സ്പെഷ്യലി സണ്ണി പ്ലേസിൽ പോകുമ്പോൾ സൺഗ്ലാസസ് ആർ ഇൻഎവിറ്റബിൾ, നമുക്കത് വേണം. പക്ഷേ കുറേ പേര് എന്താ ചെയ്യുന്നത്, സൺഗ്ലാസസ് നമുക്ക് ലോക്കലും അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്, ചീപ്പായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. മനുഷ്യർ അത് വാങ്ങിക്കും. പക്ഷേ സൺഗ്ലാസ് ഈ പ്രൊഡക്റ്റാണ് നമ്മൾ എപ്പോഴും നല്ല ഗുഡ് ക്വാളിറ്റി ബ്രാൻഡഡ് തന്നെ സൺഗ്ലാസസ് വാങ്ങിക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ അത് നമ്മുടെ ഐസിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യാം.
ഇപ്പം സ്റ്റൈൽ നോക്കുവാണെങ്കിൽ സ്റ്റൈലിന് ഇപ്പം 100 രൂപയ്ക്കും സൺഗ്ലാസ് കിട്ടും, 500 രൂപയ്ക്കും സൺഗ്ലാസ് കിട്ടും. പക്ഷേ നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിന് വേണ്ടി ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് നമ്മളൊരു നല്ല ബ്രാൻഡിൻ്റെ സൺഗ്ലാസസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. Ray-Ban's a really good brand. പക്ഷേ ഇപ്പം if you don't want to spend as much as Ray-Ban, there's Oakley. There are so many other brands, even Fast Track. Basically എന്തെങ്കിലും പോളറോയിഡ് ഉള്ള സൺഗ്ലാസസ് യൂസ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി മൈ 5th recommendation. 6th ആയിട്ട് ഞാൻ പറയുന്നത് ഇറ്റ്സ് സംതിങ് എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മളെല്ലാവരും മറന്നു പോകുന്നതാണ്, എസ്പെഷ്യലി ട്രാവൽ ചെയ്യുമ്പോൾ. ആൻഡ് ദാറ്റ് ഈസ് സ്ക്രഞ്ചീസ്. കാരണം നമുക്ക് ചൂടെടുക്കില്ലേ, അപ്പം മുടി ഇച്ചിരി കെട്ടി വെക്കുന്നതായിരിക്കും കംഫർട്ടബിൾ. ആൻഡ് അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഗെറ്റ് യുവർ സെൽഫ് സം സ്ക്രഞ്ചീസ്. ആൻഡ് ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളതും ഇസ് എ വെരി വെരി ഒബ്വിയസ് റെക്കമെൻഡേഷൻ. സോ ഇത് ബേസിക്കലി നിങ്ങൾ മറന്നു പോകരുത്, അതിനുവേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ ക്യാപ്പ് ഓർ എ ഹാറ്റ്. എന്തെങ്കിലും ഒരു ഫിസിക്കൽ ബാരിയർ, സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ബാരിയർ ആയിട്ടുള്ള ഒരു ക്യാപ്പ്. ഇത് ഓൾ സ്റ്റാർസിൻ്റെ ആണ്. യു ക്യാൻ ഗെറ്റ് എനി ബ്രാൻഡ്, എനിത്തിങ്. എനിക്കിഷ്ടമുള്ള കുറച്ചിൻ്റെ ലിങ്ക് ഒക്കെ ഇട്ടേക്കാം, സോ യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതും ബാഗിൽ ഇട്ടേക്കാം. ആൻഡ് ഇനി എൻ്റെ ലാസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഇപ്പം വെസ്റ്റേൺ വെയർ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഗെറ്റ് യുവർ സെൽഫ് എ ക്രോപ്പ് ടോപ്പ്. എത്ര ക്രോപ്പ് ടോപ്പ് ഉണ്ടായാലും അത് കുറവായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സമ്മറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുള്ളൊരു പീസ് എന്ന് പറയുന്നത് ക്രോപ്പ് ടോപ്പാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു ക്രോപ്പ് ടോപ്പാണ്, ഇതും ഒരു ക്രോപ്പ് ടോപ്പാണ്. അറ്റ്ലീസ്റ്റ് ക്യാരി 5 ക്രോപ്പ് ടോപ്സ്. കുറേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതെല്ലാം ചെക്ക് ചെയ്തേക്ക്. സോ ബേസിക്കലി ക്യാരി സം ഓഫ് ദിസ്. ആൻഡ് അത്രയുള്ള വീഡിയോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി. എല്ലാത്തിൻ്റെയും ലിങ്ക്, ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ go and check it out. And I'll see you all very very soon. Till then, take care and bye bye.